പഞ്ചാരക്കൊല്ലി മീൻമുട്ടി തറാട്ട് രാധയെ ആക്രമിച്ച് കൊന്നു തിന്ന കടുവയെ വനം വകുപ്പ് തിരിച്ചറിഞ്ഞു. പ്രത്യേക ദൗത്യ സംഘത്തിന്റെ പരിശോധനകൾക്കിടയിൽ കടുവയുടെ കാൽപ്പാടുകൾ കിട്ടിയിരുന്നു. ഇതിനൊപ്പം ക്യാമറ ട്രാപ്പിൽ പതിഞ്ഞ ചിത്രം കൂടി പരിശോധിച്ചാണ് കടുവ ഏതെന്ന് സ്ഥിരീകരിച്ചത്. എന്നാൽ സംസ്ഥാനത്തെ വനം വകുപ്പിന്റെ ഡേറ്റയിൽ ഈ കടുവയില്ല. കർണാടക വനം വകുപ്പിനോടും ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയോടും കടുവയെ സംബന്ധിച്ച വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രിയദർശിനി എസ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസ് ക്യാമ്പ് ഓഫീസാക്കി തീവ്ര തിരച്ചിൽ നടത്തുന്നതിനിടെ കടുവ വീണ്ടും ജനവാസ കേന്ദ്രങ്ങളിലെത്തി. പ്രിയദർശിനി എസ്റ്റേറ്റിലേക്ക് കടക്കുന്ന വീടിന് പിന്നിലാണ് ശനിയാഴ്ച വൈകിട്ട് 6 കടുവയെ ആദ്യം കണ്ടത്. പിന്നീട് രാത്രി 8:40 പടമല മോഡോമറ്റത്തിൽ വർക്കിയുടെ തോട്ടത്തിലും കടുവയെ നാട്ടുകാർ കണ്ടു. വിവരം അറിഞ്ഞ ഉടനെ വനം വകുപ്പ് രണ്ടിടത്തും പരിശോധന നടത്തി. നരഭോജി കടുവയെ തന്നെയാണോ കണ്ടതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പ്രദേശത്ത് നിരോധനാജ്ഞ തുടരുകയാണ്. നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസുമതാരി പറഞ്ഞു. ദൗത്യ സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസായ പ്രിയദർശിനി എസ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസിന് മുന്നിൽ ശനിയാഴ്ചയും നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധം തുടർന്നു. കടുവാ ദൗത്യത്തിൽ ഉദാസീനത വേണ്ടെന്നും കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സംഘർഷം. രാവിലെ 11 മണിയോടെ തുടങ്ങിയ സംഘർഷത്തിനിടെ ഉച്ചയ്ക്ക് 2 കളക്ടർ DR മേഘശ്രീ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ കളക്ടർ എത്താതായതോടെ പ്രതിഷേധം കനത്തു. തുടർന്ന് ADM K ദേവകി സ്ഥലത്തെത്തി ഉത്തരമേഖല CCF KS ദീപ, നോർത്ത് വയനാട് DFO മാർട്ടിൻ നോവലിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തി. കടുവയെ പിടികൂടിയാലും കാടുകളിലേക്കും മറ്റും തുറന്നുവിടില്ലെന്ന് ഉറപ്പ് കിട്ടിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്.